السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ത്വാഹയുടെ 133 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 2 ആയത്തുകൾ കൂടിയ സൂറത്തിലുള്ളൂ. അത് ഇന്ന് നമുക്ക് പൂർണ്ണമാക്കാം ഇൻഷാ അല്ലാഹ്. 133 അത് അവസാന ഭാഗത്തുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദൃഷ്ടാന്തങ്ങളൊന്നും ലഭിക്കാത്തത്? അഥവാ ഖുർആനും പ്രവാചകന്റെ മുഅ്ജിസത്തുകളുമെല്ലാം കണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞ ആളുകൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താ ഞങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളൊന്നും വരാത്തത്? അപ്പം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മറുപടിയാണ്, ഇതിനു മുമ്പും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതിനുശേഷം പറയുന്ന ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി ലഖാലൂ റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ ولو أنا أهلكناهم بعذاب من قبله ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى فستعلمون من أصحاب الصراط السوي ومن اهتدى
അത് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വഖാലു ലൗല യഅതീന ബിആയത്തിൻ മിർ റബ്ബി ബിആയത്തിൻ മിൻ അവിടെ ആയത്തിൻ എന്നുള്ള തൻവീനുണ്ട്, പിന്നെ മീമാണ്. ആ തൻവീൻ്റെ മീമിൻ്റെ ഇദ്ഗാം ഗുന്നത്തോട് ബിആയത്തിമ്മി. പിന്നെ നൂനുസാക്കിനെയാണ്, നൂനുസാക്കിനക്ക് ശേഷം റാ ആണ്, അവിടെയും ഇദ്ഗാം ചെയ്യണം. ബിആയത്തിമ്മിർ റബ്ബി ബിആയത്തിമ്മിർ റബ്ബി. ബിആയത്തിൻ എന്ന തൻവീൻ അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല, നൂനുസാക്കിനത്തിൻ്റെ നൂനിനെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. ബിആയത്തിൻ മിൻ റബ്ബിഹി എന്നല്ല, ബിആയത്തിൻ മിർ റബ്ബി മിർ റബ്ബി. മിന് കഴിഞ്ഞ പിന്നെ റാമക്കാണ് ചാടേണ്ടത്. മിർ റബ്ബി മിൻ റബ്ബി എന്ന് ഓതാൻ പാടില്ല. അതുപോലെ അവലം തഅതിഹിം ബയ്യിനത്തു മാ ഫി സുഹ്ഫിൽ ഊല. അതുപോലെ തന്നെ വലു അന്ന അവിടെ അന്ന എന്നുള്ളത് ഒരു 4 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടണം. വലു അന്ന അഹ്ലക്നാഹും അഹ്ലക്നാഹും ഹാഇന് സുക്കൂനാണ്. അഹ്ലക്നാഹും ബിഅദാബ് അഹ്ലക്നാഹും മീമുൻ സാക്കിനക്ക് ശേഷം ബ ആണ്. അപ്പം അഹ്ലക്നാഹും ബിഅദാബ് എന്നല്ല, അഹ്ലക്നാഹും ബിഅദാബ്. അവിടെ മീമ് കുറച്ച് മണിച്ചിട്ട് ഓതണം. അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലി. അവിടെ അദാബിൻ എന്നുള്ള തൻവീനുണ്ട്. ആ തൻവീനെ മീമിലേക്ക് എന്ത് ചെയ്യണം? ചേർക്കണം, ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം ബിഗുന്ന. അവിടെ അദാബിമ്മി അദാബിമ്മി. അവിടെ അദാബിൻ എന്നുള്ള നൂന് തൻവീൻ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ മിൻ ഖബ്ലി നൂന് സാക്കിനക്ക് ശേഷം ഖാഫ്. പിന്നെ ബ ആണ്. ബ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഖൽഖലിൽ പെട്ടതാണ്. അപ്പോൾ ബിഅദാബിൻ മിൻ ഖബ്ലി ബിഅദാബിൻ മിൻ ഖബ്ലി. അവിടെ നിർത്തുമ്പോൾ മിൻ ഖബ്ലി ഹായിലാണ് നിർത്തേണ്ടത്. ഹായിൽ നിർത്തുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഹായിൻ്റെ ഉച്ചാരണത്തിൽ നിർത്തുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് ഹാ തന്നെ, അതായത് ഇപ്പം മീ ഇപ്പോൾ ഇവിടെ നോക്കിക്കോളി, അവിടെ മീൻ ഖബ്ലിഹി എന്നാണ് നിർത്തുമ്പോൾ മീൻ ഖബ്ലിഹി നിർത്താണ്. ഇതേപോലെ തന്നെ ഹാഇൻ്റെ ഉച്ചാരണത്തിൽ നിർത്തുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ പിന്നെ മസലൻ ഷജറ എന്ന് കൂട്ടിക്കൂടി, ഷജറത്ത് എന്നുള്ളത്. അപ്പം ഷജറത്ത് എന്നുള്ള കിലിമത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ തിൽക്ക പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പിന്നെ ഏതെങ്കിലും തായിൽ അവസാനിക്കണ ആയത്തുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നോക്കിക്കോ, യൗമൽ ഖിയാമ. ഖിയാമ എന്നവിടെ നോക്കിക്കോ, യൗമുൽ ഖിയാമ. ഖിയാമത്തിനുള്ള താ ആണല്ലോ. പക്ഷെ ആ താഴ് നമ്മൾ അവിടെ ഖിയാമത്താല് നിർത്തുകയാണെങ്കിൽ എന്താ ഉച്ചരിക്കേണ്ടി വരും? ഹാവിൻ്റെ ഉച്ചാരണമുണ്ട്. ഹാവിൻ്റെ ഉച്ചാരണം ഇപ്പം പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഇഖാമത്തൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ ആളുകൾ തെറ്റിക്കുന്നതാണ്. ഹയ്യ അലസ്വലാത്ത്, ഹയ്യ അലസ്വലാത്ത് തെറ്റാണ്. ഹയ്യ അലസ്വലാഹ് അവിടെ ഹാ ഉണ്ട് ഉച്ചാരണം വരും. അപ്പം ഹായിലും ഹായിൽ തന്നെ ഉച്ചാരണം വരല്. അതായത് പിന്നെ താവും ഹായിൽ തന്നെ 2 തരം താ ഉണ്ട്. താ 2 തരം ഉണ്ട്. ഒന്ന് ഇങ്ങനത്തെ താ ഉണ്ട്, മറ്റൊന്ന് ഇതിൽ താ മബ്സൂത്ത എന്നാണ് പറയുക. താ മബ്സൂത്ത അതായത് നീട്ടപ്പെട്ട താ, ബസീത്ത്. ഇത് താ മർബൂത്ത എന്ന് പറയാം. മർബൂത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിയത്. ഇപ്പം ഈ നീളമുള്ള താ ആണ്. ഈ താവിനെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിയതാണ് ഇത്
ഈ താ മനസ്സിലായില്ലേ? ഇത് നീളമുള്ള താവിനെ പിടിച്ചിട്ട് രണ്ട് തലയും കുട്ടിയാണ്ട് എന്ത് ചെയ്ത് ഇങ്ങോട്ട് കെട്ടിയതാണ്. അതാ താ മർബൂത്ത് കെട്ടിയ താ. ഇത് കെട്ടാത്ത ബസീത്തായ താ. അപ്പം ഇത് രണ്ടിൻ്റെയും ഉച്ചാരണ വ്യത്യാസമുണ്ട്. ഈ തായിൽ നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അവിടെ ഹ് എന്ന് ഉച്ചാരണം ഉച്ചരിക്കാൻ പറ്റില്ല. അവിടെ താ എന്ത് ചെയ്യണം? ത് എന്നുള്ള തന്നെ ഉച്ചരിക്കണം. പക്ഷെ ഇവിടെ ഈ ത ആണെങ്കിൽ താ ഉച്ചരിക്കാൻ പാടില്ല. നിർത്തുമ്പോൾ വഖഫിൻ്റെ നിയമം പറഞ്ഞു. അല്ലാതെ മറ്റേ അടി കൂടെ ഊതാണെങ്കിൽ താൻ ഉച്ചരിക്കണം. നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ യൗമൽ ഖിയാമ, ഖിയാമത്തി എന്നല്ല, ഖിയാമത്ത് എന്നല്ല, ഖിയാമത്തു എന്ന് പറയാൻ പാടില്ല, ഖിയാമ മ ഹാ ഉച്ചാരണം. അപ്പം ഹാവിൻ്റെ ഉച്ചാരണം വരുന്ന രണ്ട് സന്ദർഭമാണ്. ഒന്നിവിടെ ഹാവ് ഉണ്ടായാൽ ഹാവിന് ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ താ, ഇതേത് താണ്? താ മർബൂത്ത, റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടിയ താണ്. ബസീത്ത്, ബസത്ത എന്ന് പറഞ്ഞാൽ കെട്ടില്ലാത്ത ഹ. നമ്മൾ വലിയ ഹ, നമ്മൾ വലിയ താ, ചെറിയ താ, ചെറിയ താ അല്ല, വലിയ താ. പിന്നെ ഇതാണ് ഇതിൻ്റെ നിയമം. താ മർബൂത്തയും മബ്സൂത്തയും. അപ്പോൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പല ആളുകളും ഈ ഖദ്ഖാമത്ത് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ സെറ്റ് ചെയ്യണം. ഹയ്യാല സ്വലാത്ത്, ഹയ്യാല സ്വലാത്ത്. അതുപോലെ തന്നെ ഖദ്ഖാമത്തി സ്വലാത്ത്, ഖദ്ഖാമത്തി സ്വലാത്ത് എല്ലാവരും പറഞ്ഞാണ്. ഖദ്ഖാമത്തി സ്വലാത്ത് എന്നല്ല, ഖദ്ഖാമത്തി സ്വലാഹ് അതാണ് ഉച്ചാരണം. ഹാല നിർത്തണ്ടേ. നിർത്തുമ്പോൾ ഈ താ ആണെങ്കിൽ ഏത് താ? താ മർബൂത്തയാകുമ്പോൾ എന്തിനാ നിർത്തേണ്ടത്? താലാണ് നിർത്തേണ്ടത്. ഹയ്യാല സ്വലാത്ത്. അതേ സമയത്ത് ഹയ്യാൽ ഫലാഹ് അത് ഹാലാണ്. അത് നിയമം ബാധകമല്ല, അത് ഹാലിനെ ഉച്ചരിക്കണം. ഇതിവിടെ ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഇവിടെ അല്ല, അറബി ഭാഷയിലൊക്കെ അങ്ങനെ തന്നെ. അറബിൽ വഖഫിൻ്റെ നിയമമാണത്. അത് വഖഫ് ചെയ്യുമ്പോൾ ഉള്ള നിയമമാണത്. ഷജറ എന്ന് തന്നെ പറയാം. അതേ സമയത്ത് നമ്മൾ സംസാരത്തിന് മറ്റൊക്കെ നിർത്താതെ ഉച്ചരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷജറത്തുൻ അല്ലെങ്കിൽ ഖിയാമത്തുൻ തന്നെ പറയണം. എങ്ങനെ? എന്താ? അതായത് പിന്നെ അത് ഓരോ സന്ദർഭത്തിൽ നിർത്തുമ്പം ഉള്ളൊരു നിയമമുണ്ട്, വഖഫിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തജ്വീദിൻ്റെ നിയമത്തിൽ മാത്രമല്ല, ചിലപ്പോൾ തജ്വീദിൻ്റെ നിയമം ഖുറാനിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ടാവും. പക്ഷേ തജ്വീദിൻ്റെ പ്രത്യേകിച്ചും ഖുറാനിന് ഓതുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അറബി ഭാഷയിലാണല്ലോ ഖുറാൻ ഉള്ളത്, ബിലിസാൻ അറബി മുബീൻ. അപ്പം അറബി ഭാഷൻ്റെ നിയമങ്ങളൊക്കെ എന്തിനും ബാധകമാണ്? ഖുറാനും ബാധകമാണ്. ആ ഖുറാനിൻ്റെ സ്പെഷ്യലായിട്ട് വേറെയും ചില നിയമങ്ങൾ ഉണ്ട്. ഈ മദ്ദും കാര്യങ്ങളൊക്കെ മറ്റു ഭാഷയിൽ പിന്നെ അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ മറ്റ് അറബി നമ്മൾ ഓതലില്ലല്ലോ. അപ്പം നമ്മൾ അറബി കിതാബ് വായിക്കുകയാണെങ്കിൽ ഓതലല്ലല്ലോ, വായിക്കല്ലേ ചെയ്യുക. അതേസമയത്ത് ഖുറാൻ എന്താണ്? നമ്മൾ ഖിറാഅത്താണ്, പാരായണം ചെയ്യാൻ. പാരായണത്തിന് വേറെ നിയമങ്ങളുണ്ട്. കാരണം എൻ്റെ ഭംഗി അപ്പോഴാണ് കിട്ടുക. ഖുറാൻ്റെ തർത്തീലും ഒക്കെ അപ്പോഴാണ് കിട്ടുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ മീ ഖബ്ലി അവിടെ നിർത്തുകയാണെങ്കിൽ മീ ഖബ്ലി നിർത്തണം. അല്ലെങ്കിൽ മീ ഖബ്ലിഹി ലഖാലു റബ്ബന. പിന്നെ ലൗല അർസൽത, ലൗല മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അപ്പോൾ ഒരു 4-5 ഖദർ അവിടെ നീട്ടണം. റബ്ബന ലൗല അർസൽത ഇലൈന റസൂലൻ ഫനത്തബിഅ. റസൂലൻ എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. റസൂലൻ ഫനത്തബിഅ ആയാതിക മിൻ ഖബ്ലി. മിൻ ഖബ്ലി അല്ല, മിൻ ഖബ്ലി അന്നദില്ല. അവിടെ നോക്കിക്കോ, രണ്ട് നൂന് ഒന്നിച്ചു വന്നു. നൂന് സാക്കിന് നൂനും രണ്ടാമത്തിൽ നൂനാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്ന് ഇദ്ഗാം ചെയ്ത് മണിക്കണം. അന്നദില്ല, അന്നദില്ല. വനഖ്സ, വനഖ്സ. അതുപോലെ തന്നെ ഖുൽ കുല്ലും മുതറബ്ബിസുൻ. അവിടെ കുല്ലും, അവിടെ എന്താണ്? ലാമിൻ്റെ തൻവീനുണ്ട്, അപ്പുറത്ത് പിന്നെ മീമാണ്. അതിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. കുല്ലും മുതറബ്ബിസു ഫതറബ്ബസു, ഫതറബ്ബസു. അവിടെ നിർത്തുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫസതഅലമൂന മൻ അസ്ഹാബു.
ഇൽഹാർ ചെയ്യണം അവിടെ. കാരണം നൂൻ സാക്കിനക്ക് ശേഷം തോന്നും ഹംസയാണ് വന്നിട്ടുള്ളത്. അസ്ഹാബു സിറാത്തിൽ സവിയ്യി, സിറാത്തി എന്നാണ്. സിറാത്ത ആണ്, ത അല്ല. ഇതിന് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീം അല്ല, സിറാത്ത ആണ്. അസ്സവിയ്യി വമൻ ഇഹ്തദ, വമൻ ഇഹ്തദ, വമൻ ഇഹ്തദ എന്ന് ഓതാൻ പാടില്ല, വമൻ ഇഹ്തദ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കുള്ളത്. ഇനി അവർ പറയണത് എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആയത്ത് കിട്ടിയില്ല? അപ്പം അള്ളാഹ് പറയണം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ ആയത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്നാൽ അള്ളാഹ് പറയണം വലൗ അന്ന അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലി. അതായത് നാം ഈ ആളുകളെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു, അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല 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 എന്ന് പറഞ്ഞു. ഇനി ഈ ആയത്തുകൾ വലൗ അന്ന, നിശ്ചയമായും നാം, ഇങ്ങനെയാണെങ്കിൽ, ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഓനപ്പാട് പോയോണ്ടല്ല പാടെ വണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങി അറിയാൻ പാടില്ല. പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, അള്ള വളരെ കൊടുക്കാൻ അള്ളാഹിൻ്റെ കഥ അവിടെ ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോ തഫ്തഹു ബാബു ഷെയ്ത്താന്ന, ഷെയ്ത്താൻ്റെ വാതിൽ തുറക്കുന്നതാണ് ഈ ലോ എന്ന് പറഞ്ഞെങ്കിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാനത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പറയാം, അള്ളാഹ് പറയും വലൗ ലൗ അന്ന അഹ്ലക്നാഹും ബിഅദാബിൻ. ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ദൃഷ്ടാന്തം കിട്ടിയില്ല 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 എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പള്ളർച്ച ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നാം അവരെ നശിപ്പിക്കുകയാണെങ്കിൽ, അഹ്ലക്നാഹും, അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഹലാക്കിലാക്കുക. ഹലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാശം എന്നർത്ഥം. അത് വല്ലാക്ക ഹലാക്ക എന്ന് പറയാം. ഹലാക്ക് എന്ന് പറഞ്ഞാൽ അത് അറബി വാക്കാണ്, അഹ്ലക്ക. മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചും ഒരാണ് കാര്യമായിട്ടുള്ള ടാർജറ്റ് ഇതില്ല, മക്ക മുശ്രിക്കുകളെന്ന്. അപ്പൊ എന്തുകൊണ്ട് വലു അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിക്കുകയാണെങ്കിൽ ബിഅദാബ്, ഒരു അദാബ് കൊണ്ട്. അപ്പൊ ഒരു അദാബ് അയച്ചുകൊണ്ട് നാം അവരെ നശിപ്പിക്കുകയാണ്. മിൻ ഖബ്ലിഹി, ഈ ആയത്തുകളൊക്കെ നാം കൊടുക്കുന്നതിൻ്റെ മുമ്പ്. അതിപ്പോ നമ്മൾ ഒരായത്ത് കൊടുത്തില്ല, ഒരു ശിർക്കുണ്ട്, ഒരു നബീനെ അയച്ചില്ല, ഒറ്റടിക്കാൻ നശിപ്പിച്ചു നോട്ടിക്കോളി. എന്നാൽ എന്താ പറയില്ല, ഖാലു, അവർ പറയും. അപ്പം എന്താ പറയുക, ആയത്ത് കൊടുത്താലും കുറ്റാണ്, കൊടുത്തില്ലെങ്കിലും കുറ്റാണ്. അങ്ങനെ ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഈ ചില അമ്മായിമാരെ പറ്റി സാധാരണ പറയലുണ്ട്. അമ്മായിമാരത്ത് പാത്രം ഗ്ലാസ് തട്ടി വീണ അമ്മായിമ്മ കുറ്റം ഉണ്ടാവില്ലല്ലോ. ഇവിടെ പറഞ്ഞ് തട്ടിൻ്റെ എന്താ പറയുക, ഇതിവിടെ ഗ്ലാസ് കൊണ്ടുവന്നൊക്കെ പറയും. മറ്റേത് അത് നേരെ മറുത്ത് അതേ സ്ഥലത്ത് നിന്ന് മരോടത്ത് നിന്ന് തട്ടിയാലോ, എന്നൊക്കെ കണ്ണില്ലേ പറയേ. ഓർക്കെന്താ അമ്മായിമ്മക്ക് അത് വിട്ടുണ്ടല്ലോ, എല്ലാ അമ്മായിമാരെ പറ്റില്ല കേട്ടോ പറഞ്ഞ് സാധാരണ പറയലുണ്ട്. അതുപോലെ ഈ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ആയത്തർക്ക് കൊടുത്താലും പരാതിയാണ്, ഇനി കൊടുത്തില്ലെങ്കിലും എന്തായിരിക്കും, പരാതിയായിരിക്കും. അതല്ല, ഖാലു, അവർ പറയും റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലൗലാ അർസൽത ഇലൈനാ റസൂലൻ, എന്താണ് പടച്ചോനെ എനിക്കൊരു റസൂൽ അങ്ങോട്ട് അയച്ചുകൂടായിരുന്നോ? ലൗലാ, എന്തുകൊണ്ടില്ല, അർസൽത ഇലൈന, നീ ഞങ്ങളിലേക്ക് അയച്ചില്ല, റസൂലൻ, ഒരു റസൂലിനെ. അപ്പം ഈ റസൂലിനെ അയച്ചിട്ട് ആ റസൂലിനെ തീരെ അനുസരിക്കാതെ നടക്കുന്ന ആളുകൾ പറയാണ്, ഇനി നാം റസൂലിനെ ഒന്നും അയക്കാതെ നാം അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ അവർ പറയാ, ഞങ്ങൾക്ക് റസൂൽ വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട് റസൂൽ വന്നു കഴിഞ്ഞാൽ ഫനത്തബിഅ ആയാതിക, നിന്റെ ആയത്തുകൾ ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരും പിൻപറ്റും, ആരും പിൻപറ്റാക്കൂല എന്നാണ് അവർ പറയാ എന്ന്. ഇത് എല്ലാ മുശ്രിക്കീങ്ങളായ ആളുകളും പറയുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ എത്ര നിഷേധിയാണെങ്കിലും ഇനി എത്ര തെമ്മാടിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ നേർക്ക് നേരെ കാണുമ്പോൾ, അതുപോലെ തന്നെ നേർക്ക് നേരെ അതിനെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും കണ്ട് ഉള്ളിക്കണ്ട് കയറും. ഇപ്പം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ് കാണാം, ഒരായത്ത്
ഇപ്പം നരകത്തിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയാണ്, പിന്നെ സൂറത്തു ഫാത്തിറിൽ എന്ന് പറയാണ്, വഹും യസ്തരിഹൂന ഫിഹാ റബ്ബന അഖ്രിജ്ന അമൽ സാലിഹിൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നരകത്തിലുള്ള ആളുകൾ വഹും യസ്തരിഹൂന ഫിഹാ, അതിൽ നിന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കാൻ, നഊദു ബില്ലാഹ്, അവർ അതിൽ അട്ടഹസിച്ചുകൊണ്ടിരിക്കാൻ. റബ്ബന, എന്നിട്ട് അവർ റബ്ബിനോട് പറയാണ്, പടച്ചോനെ തന്നെ വിളിക്കണം, വേറെ ആരെയൊന്നുമല്ല കേട്ടോ. നരകത്ത് പോയ ആൾക്കാർ ഇവിടെ തന്നെ നരകത്തിൽ നിന്ന് തന്നെ വിളിക്കുക, അള്ളാഹിനെ വിളിക്കുള്ളൂ. കാരണം ആരെ വിളിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്ന, ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്ക്. എന്നാൽ നഅമൽ സ്വാലിഹൻ, നല്ല സ്വാലിഹായ അമൽ ഞങ്ങൾ ചെയ്തോളാം. എങ്ങനത്തെ അമൽ? ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ ഇതുവരെ ചെയ്തൊന്നെന്തല്ല, ഇനി അങ്ങനത്തെ അമലൊന്നും ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത സ്വാലിഹായ അമലുകളുണ്ടല്ലോ, ഇപ്പം ഇതുവരെ ചെയ്തൊന്നെന്തല്ല, അമൽ സ്വാലിഹത്തല്ല, അങ്ങനത്തെ അമലുകൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് ഈ നരകത്തിൽ കിടക്കുന്ന ആളുകളെല്ലാവരും ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയുന്ന. അപ്പം എല്ലാവർക്കും ബോധ്യമാവും എന്ത്, ഈ പറഞ്ഞൊക്കെ ഹക്കാണ്. കണ്ടറിയാത്തവൻ കൊണ്ടറിയുന്ന സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലല്ലോ. അതുപോലെ അള്ളാഹിൻ്റെ അദാബ് നേർക്കുനേരട് കാണുമ്പം എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഈ അദാബ് അള്ളാഹു പ്രവാചകന്മാരെ അയക്കാതെ അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ അദാബ് അവരുടെ മുമ്പ് എടുത്തും പോലെ എന്താ പറയുക, പഠിച്ചോനെ നിങ്ങൾ നീ എന്തിനാ ഞങ്ങളെ ശിക്ഷിക്കണത്? ഞങ്ങൾക്ക് നബിമാർ വന്നിട്ടില്ലല്ലോ. ലൗല അർസൽത ഇലൈനാ റസൂലൻ, ഒരു റസൂൽ നീ ഞങ്ങളിലേക്ക് അയച്ചിട്ടില്ലല്ലോ. ഫനത്തബി ആയാതിക, അങ്ങനെ റസൂൽ വന്നാൽ ഞങ്ങളെല്ലാവരും നിന്റെ ആയത്തുകളെ ഇത്തിബാ ചെയ്യും, പിൻപറ്റുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തൗബ സ്വീകരിക്കുന്ന ഒരു കാലയളവുണ്ട് ദുനിയാവിൽ. ദുനിയാവിനൊരു കാലയളവുണ്ട്, നമുക്ക് വ്യക്തികൾക്കുണ്ട്. അതാണ് മാലം യുഗർഹിർ എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഖ്ബലു തൗബത്തു മാലം യുഗർഹിർ. യുഗർഹിർ എന്ന് പറഞ്ഞാൽ ഗർഗറ ശബ്ദം വരുന്നതിന് വരെ എന്ത് ചെയ്യാം, തൗബ സ്വീകരിക്കും. അതേപോലെ തന്നെ ഖിയാമത്ത് നാൾ, ലോകത്തിൻ്റെ ഖിയാമത്ത് നാൾ നാൾ വരുമ്പോൾ സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല, തൗബ സ്വീകരിക്കും. അപ്പം എല്ലാവർക്കും ഉറപ്പായി ഇനി കഴിഞ്ഞ കഥ, ഇനിയെന്തില്ല, രക്ഷയില്ലാന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി, പിന്നെ നന്നായിട്ട് കാര്യം. അതുകൊണ്ടാണ് ഫിറഔന് വെള്ളത്തിലിങ്ങനെ മുങ്ങി ചാവുമ്പോഴാണല്ലോ പറഞ്ഞത് എന്ത്, ഞാൻ വിശ്വസിച്ചു. അപ്പം അതെന്ന് വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് വിശ്വസിച്ചത്. ഇത് രസം, നമ്മളെ സൂഫിയാക്കളുണ്ടല്ലോ, സൂഫിസം തലയിൽ കയറിയത്. ഇപ്പം ഈ പിന്നെ മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ ചങ്ങായി ഏത് പുസ്തകത്തിൽ കാണാൻ ഫിറഔന് മുസ്ലിമായിരുന്നു. അതായത് പിന്നെ നബിദിനം വരെയാണല്ലോ. അപ്പം നബിദിനത്തിൽ തെളിവ് അബൂലഹബാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അബൂജാലിൻ്റെ സീസണാണ്, അല്ല അബൂലഹബിൻ്റെ സീസണാണ് വരാൻ പോണത്. കാരണം അബൂലഹബിന് നരകത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് പറഞ്ഞാണ്ടാണ് ഇവിടെ നബിദിനം കഴിക്കണത്. സ്വർഗത്തിൽ കൂൾ ഡ്രിങ്ക്സ് കിട്ടുകയാണെങ്കിൽ കഴിച്ചു നോക്കിയാൽ, ഇത് നരകത്തിലാണ് കിട്ടുന്നത്. അപ്പം ഈ ഇയാൾ ഇതെന്താ വെച്ചാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച പിന്നെ എന്താ പറയുക, ഈ അബൂലഹബിന് ഒരു കൂൾ ഡ്രിങ്ക്സ് പിന്നെ നരകത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ അബൂലഹബിന് ശിക്ഷ അളവ് കൊടുക്കാൻ കഴിയുന്ന അള്ളാഹ്ക്ക് എന്തുകൊണ്ട് പിന്നെ മൂസാ നബിയെ ആ പുഴയിൽ നിന്ന് എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ ആ ഫിറഔൻ എന്തുകൊണ്ട് എന്ത് ചെയ്തില്ല, പുറത്തു കൊടുത്തുകൂടാ എന്ന് ചോദിക്കണേ. ഇത് എത്രത്തോളം ചോദിച്ചാൽ സൂഫികൾ ചില ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ ഫിറഔൻ മുസ്ലിമാണെന്ന് മാത്രമല്ല, ഈ മുസ്ലിമായ വിവരം ആർക്കറിയില്ല, മൂസാ നബിക്ക് അറിയില്ല. അപ്പം ഇനി മൂസാ നബിൻ്റെ അടുത്ത് ഫിറഔൻ മരിച്ചാൽ എന്ത് ചെയ്യൂല, ഫിറൗനെ മയ്യത്തുൽപ്പിക്കൂല. അപ്പം അതുകൊണ്ടാണ് അള്ളാഹുനെ മുക്കിക്കുന്നത് എന്ന്. അവനെ വെള്ളത്തിട്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് എങ്ങനെയുണ്ട്, ഓൽക്കെന്ത് ഖുർആൻ, എല്ലാം പഠിച്ചോനെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ, എല്ലാം പഠിച്ചോന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നഊദു ബില്ലാഹ്, ഇബ്ലീസ് മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞാൽ ഫിറഔനെ വെള്ളത്തിലിങ്ങനെ ഓനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാണല്ല, ഓനൊക്കെ അങ്ങോട്ട് മയ്യത്തുൽപ്പിക്കാൻ കൊണ്ടുപോയതാണ്. എന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഓനെ എന്ത് ചെയ്ത്, അതാണല്ലോ കരക്കെടുത്ത് പറഞ്ഞല്ലോ, കഥാലിക്ക് നുനജ്ജീക വിവദനിക്കാന്നില്ലേ. അതെന്തിനാണ് ഓൻ്റെ മയ്യത്ത്, മുസ്ലിമായൻ്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് എന്ത് ചെയ്ത് അള്ളോടെ കരക്കെടുത്തി. ഇതൊക്കെ വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോലുണ്ട്, മാഷറില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ശരിക്കും ഹിദായത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പം എന്താ പറഞ്ഞത്,
അപ്പോൾ മരണം അല്ലെങ്കിൽ അദാബ് മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ എല്ലാവരും വിശ്വസിക്കും. പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹ് അതിനെ ഹദ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വിശ്വസിക്കുന്നും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഫലം ഉണ്ടാവില്ല എന്നൊക്കെ മുൻകൂട്ടി തന്നെ അള്ളാഹ് പറഞ്ഞു തരികയാണ്. പക്ഷെ എന്നാലും ആൾക്കാർ വിശ്വസിക്കൂല. ഈ സ്വർഗം നരകം ഉണ്ടാക്കിയ പടച്ചം പറഞ്ഞാൽ നരകത്ത് നിങ്ങൾ ഇങ്ങനെ അട്ടാസിച്ച് പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും, നരകത്ത് ഇതുണ്ടാവും എന്നൊക്കെ ഇവിടുന്ന് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യാണ്, കാലേ കൂട്ടി അള്ളാഹ് പറഞ്ഞെന്നാലും അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് മനുഷ്യന്മാരെ നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്, അങ്ങക്ക് എന്തുകൊണ്ട് റസൂലിനെ അയച്ചില്ല? അയച്ചിരുന്നെങ്കിൽ ഫനത്തബി ആയാത്തിക്ക, നിന്റെ ആയത്തിൽ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു, മിൻ ഖബിൽ, മുമ്പ് തന്നെ, അന്നദില്ല വനഹ്സ. നദില്ല എന്ന് പറഞ്ഞാൽ ദലീലാകുക എന്നർത്ഥം, ഇതിൽ നിന്ദനാവുക എന്നർത്ഥം. അപ്പം അള്ളാഹിൻ്റെ അദാബ് വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുക വെച്ചാൽ ഓനെന്താണ്, നിന്ദതയാണ്. അവരല്ലാഹു സുബ്ഹാനഹു നിന്ദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് അതൊരു സ്ഥലത്ത് അദാബ് ഇറക്കി കഴിഞ്ഞാൽ ആ അദാബ് ബാധിച്ചവരൊക്കെ എന്ത് ചെയ്യും, നദില്ല എന്ന് പറഞ്ഞാൽ ദില്ലത്താണ്. ദല്ല എന്നാണ് ഫിഅല്. ദല്ല എന്ന് പറഞ്ഞാൽ നിന്ദിച്ചു എന്നർത്ഥം. അതേന്ന് കുറച്ച് ദല്ല എന്ന് പറഞ്ഞാലോ അറിയിച്ചു, ദലീലാക്കി എന്നൊക്കെ അർത്ഥം. അത് ദലീൽ എന്ന് പറയും. ദലീൽ എന്ന് പറഞ്ഞാൽ നിന്ദ എന്നർത്ഥം. ദലീൽ, ഇത് ദലീൽ, തെളിവ്. അപ്പോൾ പിന്നെ മിൻ ഖബ്ലി അൻ നദില്ല, ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നതിൻ്റെ മുമ്പും, വനഹ്സ, ഖിസി എന്ന് പറഞ്ഞാലും അതന്നെ, ഖിസി എന്ന് പറഞ്ഞാൽ നിന്ദ്യത തന്നെ അർത്ഥം. ഖസിയു ദുനിയാവല്ല ആഖിറ എന്നൊക്കെ കേട്ടില്ല, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നിന്ദ്യത, ഇത് രണ്ടിൻ്റെയും സമാനമായ അർത്ഥമാണ് നിന്ദ്യത എന്നർത്ഥം. അത് ഞങ്ങൾ നിന്റെ അദാബ് കൊണ്ട് നിന്ദിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ നിന്റെ പ്രവാചകൻ എന്ത് ചെയ്യും, പിൻപറ്റുമായിരുന്നു. എന്തുകൊണ്ട് പടച്ചവന് ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് അയച്ചെന്നൂടായിരുന്നു എന്ന് എപ്പോൾ പറയും? അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതാ പറയാം. അയച്ചു കൊടുത്താലോ ഞങ്ങൾക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇത് പറയാം. അപ്പോൾ ഇതാണ് ശരിക്ക് കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ ഒരു അവസ്ഥ ഇതാണ്. എത്ര തെളിവ് കിട്ടിയാലും അവരത് അംഗീകരിക്കാൻ തയ്യാറാകൂല എന്ന് മാത്രമല്ല, നിഷേധത്തിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏത് കാലഘട്ടത്തിലും മുശ്രിക്കീങ്ങളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നുള്ളതിന് ജൂതന്മാർക്ക് ഇനി വല്ല തെളിവാണോ? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയണത് പോലെ റസൂലുള്ളാഹിനെ ആർക്കറിയാം? ജൂതന്മാർക്കറിയാം, ഉറപ്പല്ലേ? അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വരണമെന്ന പോലെ വേദഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് മദീനയിൽ വന്ന ഒരാളുകൾ താമസാക്കിയിരുന്ന ജൂതന്മാർ സ്വന്തം മക്കൾക്ക് അവസാനത്തെ കാലത്ത് വരുന്ന പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിരുന്നു ജൂതന്മാർ. എൻ്റെ മോനായിക്കോട്ടെ നബി വിചാരിച്ചിട്ട്. അങ്ങനൊക്കെ റസൂലുള്ളാഹിനെ അറിഞ്ഞ ആളുകൾ വന്നപ്പോൾ എന്ത് ചെയ്ത് നേരെ തിരിഞ്ഞല്ലോ. അതങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അപ്പം ഇതാണ് അള്ളാഹ് പറഞ്ഞു. ഇനി അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത്രയൊക്കെ തെളിവുകൾ നിനക്ക് കിട്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, കുല്ലും മുത്തറബ്ബിസുൻ. ശരി, ഇപ്പം എനിക്ക് പറയാനുള്ളതൊക്കെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് വെയിറ്റ് ചെയ്യുക. തറബസ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. തറബസ. മുത്തറബിസ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നവെന്നർത്ഥം. തറബസ എന്നാണ് എൻ്റെ ഫിഅല്. അത് കാത്തിരിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറ്റും, ഖുൽ നബിയെ നിങ്ങൾ പറയും, കുല്ലും മുത്തറബിസുൻ, നിങ്ങൾ അള്ളാഹിൻ്റെ അദാബ് കാത്തിരുന്നോളി, ഞാനും അദാബ് കാത്തിരിക്കുക, നിങ്ങൾക്ക് വരുന്ന അദാബ് ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളെന്ത് ചെയ്യാണ്? കാത്തിരിക്കാൻ. കാരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാണില്ല. അപ്പോൾ എന്താണ്? പിന്നെ അവസാനം അള്ളാഹുലേക്ക് വിടാണ്. അതാണ് ഖുൽ നബിയെ നിങ്ങൾ പറയണം, കുല്ലും മുത്തറബിസുൻ, എല്ലാവരും എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും ശത്രുക്കൾക്കൊരു അദാബ് വരാൻ കാത്തിരിക്കുകയാണ്. കാഫിരീങ്ങളും എന്ത് ചെയ്യണമെന്ന് വരികയാണെങ്കിൽ വെട്ടി വെച്ചിട്ട്
അവർ കാത്തിരിക്കണം. കുല്ലു മുത്തറബ്ബിസുൻ ഫതറബ്ബസൂ, അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നോളി, നല്ലോണം കാത്തിരുന്നോളി. അതായത് അള്ളാഹുവിൻ്റെ അദാബ് വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നല്ലവണ്ണം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നോളൂ എന്നാണ് അത് പറഞ്ഞത്. എന്ന് പറഞ്ഞതൊരു യഥാർത്ഥത്തിൽ ഇതൊരു പരിഹാസത്തിൻ്റെ ഒരു പിന്നെ ശൈലി കൂടിയാണത്. നാം കാത്തിരുന്നോളൂ, അപ്പോൾ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ എന്താ പറയുക, ഒരു താക്കീത് കൊടുക്കുന്ന ശൈലിയാണ്. ഫതറബ്ബസു എന്ന് പറഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണല്ലോ, മയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യനൽ ഹുദാ വയത്തബി ഗൈറ സബീൽ മുഅ്മിനീന, അതല്ല പിന്നെ ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഅശീറത്തുക്കും എന്ന് പറഞ്ഞില്ലേ, ഫതറബ്ബസു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഫതറബ്ബസു സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. നിങ്ങൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തോളി. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാളും അള്ളാഹുവിനേക്കാളും നിങ്ങളുടെ കച്ചവടവും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ 9 കാര്യങ്ങൾ അള്ളാഹ് എണ്ണി പറഞ്ഞല്ലോ. ആ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹ് പറയും ഫതറബ്ബസു, അവിടെയും തറബ്ബസാറാണ്, വെയിറ്റ് ചെയ്യുക, കാത്തിക്കുക. അതാണ് ഇവിടെ അള്ളാഹ് പറഞ്ഞത്. കുല്ലും മുത്തറബ്ബിസുൻ ഫതറബ്ബസു, എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളി, വെയിറ്റ് ചെയ്തോളി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തഹദീദ് എന്ന് പറഞ്ഞൊരു ഭീഷണിയുടെ ശൈലിയാണത്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, വെയിറ്റ് ചെയ്തോളൂ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസതഅലമൂൻ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ മുളാരിയായ ഫേല് പിന്നെ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നോക്കിക്കോ, ഇവിടെ സതഅലമൂന എന്നാ പറഞ്ഞത് അല്ലേ, സതഅലമൂന എന്ന് പറഞ്ഞത്. തഅലമൂന എന്ന് പറയും, സൗഫ തഅലമൂന എന്ന് പറയും. ഇതൊക്കെ അർത്ഥ വ്യത്യാസമുണ്ട്. തഅലമൂന എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, അതെപ്പോഴാകാം. ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂര ഭാവിയിലും ആകാം, സമീപ ഭാവിയിലാകാം. അതിന് മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ ഭാവി എന്ന് അർത്ഥമുള്ളൂ. അതേസമയത്ത് സതഅലമൂൻ എന്ന് പറഞ്ഞാൽ ഖരീബ്, അടുത്ത കാലത്തിന് എന്ത് ചെയ്യും, ഒക്കെ മനസ്സിലാവും. സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാവും, അടുത്തൊന്നുമില്ല, കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിന് മുളാരിഅ ഫീലിൻ്റെ കൂടെ ചേർക്കപ്പെടുന്ന ഹർഫുകൾക്കനുസരിച്ച് കൊണ്ട് എന്തുണ്ട്, അതിൻ്റെ അർത്ഥ വ്യത്യാസം വരും. സൗഫ ഇവിടെ എന്താ, ഫസതഅലമൂന, അപ്പം അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തോളി അറിഞ്ഞില്ലേ, നിങ്ങൾ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, അടുത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. ഫസതഅലമൂന, കാരണം അതാണ് ഈ സൗഫ തഅലമു. ഇപ്പോൾ സൗഫ ഖുർആനിലുണ്ട്, പിന്നെ കല്ലാ സൗഫ തഅലമൂൻ അവിടെ ഉണ്ടല്ലേ, അത് എവിടുന്ന, പരലോകത്തു നിന്നാണ്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞില്ലേ, ആ സൗഫ കൊടുക്കാണ് പരലോകത്ത്, അത് കുറച്ച് സമയമുണ്ട്, മനസ്സിലല്ലേ. മറ്റേതാണെങ്കിൽ സതഅലമൂൻ എന്ന് പറയുമ്പം അധികം ഒന്നും വേണ്ട, അടുത്ത് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഖരീബിനെ കുറിക്കുന്നതാണ് സീന്, ബഈദിനെ കുറിക്കാനാണ് സൗഫ. അത് ബഈദ് എന്ന് പറഞ്ഞാൽ വിദൂരമായത്, സീൻ എന്ന് പറഞ്ഞാൽ ഖരീബായത്. അപ്പോൾ ഫസതഅലമൂന, നിങ്ങൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. എന്താ മനസ്സിലാകുക, മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി, ആരാണ് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ, സ്വഹീബ എന്ന് പറഞ്ഞാൽ കൂടെ കൂടിയെന്ന സ്വഹീബ, അതിനാണ് സഹാബിൻ്റെ അത്. സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ താമസിച്ചു എന്നർത്ഥം. സഹിബ് നമ്മൾ സാഹിബ് എന്ന് പറയില്ലേ, ഓ നമ്മളെ സാഹിബാണ് എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടുകാരെന്നാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും സാഹിബ് ഒന്നിച്ചുണ്ട്, അതാണ് സാഹിബ്. അതിനാണ് സഹാബി ഉണ്ടായത്. സഹാബി എന്ന് പറഞ്ഞാൽ ആരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ശരിയില്ല, നബിനെ കണ്ട ആളെന്ന് പറഞ്ഞാലും ശരിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ ജീവിച്ച ആൾ. നബിനെ കണ്ട ആൾ അബൂജഹൽ ഉണ്ടില്ലേ, അബൂജഹൽ സഹാബിയല്ലല്ലോ. നബിന്റെ കൂടെ ജീവിച്ച അബൂ താലിബ് എന്തല്ല, സഹാബിയല്ല.
മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക്. ഇതാണ് സഹാബത്തിന്റെ താരിഖ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് റസൂലുള്ളാഹിന്റെ മുഅ്മിനായി കാണുകയും അതിൽ തന്നെ എന്ത് ചെയ്യുക, മരണപ്പെട്ടു പോവുകയും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതിനിടക്ക് കുറച്ചൊക്കെ ആൾക്കാർ മുർത്തതായി പോയവരുണ്ട്. കാരണം ഇത് ഇസ്ലാം ദീൻ്റെ എന്താ വെച്ചാൽ പിന്നെ അള്ളാഹ് ഫിൽട്ടറിങ് നടത്തിക്കൊണ്ടേയിരിക്കും. അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ആദ്യകാലത്തേ ഉള്ളതാണ്. മെഹറാജ് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹറാജിന് പോയി എന്നല്ലോ, മെഹറാജിന് പോയി എന്ന് ഇത് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത് പൾട്ടടിച്ച്. മനസ്സിലായില്ലേ? ഇത് വിശ്വസിച്ചില്ല. സഹാബത്ത് എന്നുള്ള ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷമായി വിശ്വസിച്ച ആളുകൾ സഹാബത്ത് എന്നുള്ള പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഖിബില മാറ്റം, ഖിബില ഉണ്ടായി മാറിയപ്പോൾ കുറച്ചാൾക്കാർ എന്ത് ചെയ്ത് മാറി. പിന്നെ ബദർ ഉണ്ടായ സന്ദർഭത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുമ്പം അവിടെ ശരിക്കും എന്താ വെച്ചാൽ ജൂതന്മാർ ശരിക്കും ഔസ് ഖസറജ് ഗോത്രക്കാർ, അതുപോലെ തന്നെ ബനു നദീർ, ബനു ഖൈനുഖ, അങ്ങനെ കുറേ ഗോത്രങ്ങളുണ്ട്. അവരൊക്കെ ശരിക്കും അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിനെ അവിടുത്തെ നേതാവാക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ കുപ്പായൊക്കെ തുന്നിച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴാണ് ആര് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അതോടുകൂടി അവൻ്റെ കഥ പ്രശ്നമായി. അങ്ങനെയാണ് ബദർ നടക്കുന്നത്. ബദർ നടക്കുമ്പം മദീനത്തെ പിന്നെ ജൂതന്മാരും ഇസ്ലാമിൻ്റെ എല്ലാ ശത്രുക്കളും വിചാരിച്ചെന്താ വെച്ചാൽ ഇതോടുകൂടി ഇസ്ലാമിൻ്റെ കഥ കഴിഞ്ഞ്. കാരണം എന്താ ചോദിച്ചാൽ അപ്പുറത്ത് എത്ര ആളാണ്? 1000-ലധികം ആൾക്കാരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയിലധികം ആൾക്കാർ, 3 ഇരട്ടിയിലധികം. മാത്രമല്ല ഇവർക്ക് ഒരു ആയുധമില്ല. ഒരു അബൂ സുഫിയാന്റെ സംഘത്തെ തടയാൻ പോയതാണല്ലോ, ഒരു ആയുധം ഇല്ലാതെ വന്നതാണ്. അതുകൊണ്ട് യുദ്ധസന്നാഹങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ ഔസ് ഖസറജ് ബദറിലേക്ക് പോയ ബദരീങ്ങളെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഖസറജ് ഗോത്രക്കാരാണ് കൂടുതൽ, ഔസുകാർ കുറവാണ്. ഏകദേശം 60 ആൾക്കാരുള്ളൂ. കാരണം ഔസ് ഗോത്രക്കാരാണ് ഖസറജുകളെക്കാൾ ധീരന്മാരും അഭ്യാസികളും ഒക്കെ ഔസ് ഗോത്രക്കാരാണ്. പക്ഷെ ഔസ് ഗോത്രക്കാർ കുറവാണ് ബദറിൽ. കാരണം എന്താ വെച്ചാൽ ഔസ് ഗോത്രക്കാർ പിന്നെ ഹവാലി മദീന എന്ന് പറഞ്ഞ മദീനയിൽ നിന്ന് ഈ കിഴക്ക് ഭാഗത്തൊക്കെ കുറച്ച് പുറത്തൊക്കെ താമസമല്ലേ. ബദർ പെട്ടെന്നുണ്ടായതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇവരിന്ന് ആള് വരാനുള്ള സമയം എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള ആളെയും കൂട്ടി നബി വേഗം പോയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യില്ല, അങ്ങോട്ട് തിരിച്ചു വരൂല എന്നുള്ളത് ഒരു 100% ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മക്കയും മദീനയും ഒരുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കുലുങ്ങിയിട്ടുണ്ട്. മക്കാർ ഏതായാലും പോലെ എല്ലാ നേതാക്കന്മാരും തല പോയി കിടന്നു. മദീനത്ത് മുനാഫിക്കുകൾ എന്ത് ചെയ്തു, ശരിക്ക് പെട്ട്. അങ്ങനെയാണ് പിന്നീട് മുനാഫിക്കുകൾ ഉണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇനി മദീന നിൽക്കണമെങ്കിൽ ഇപ്പം ഇസ്ലാമിന് ഇസ്സത്തൊന്നല്ലോ. ഇനി മദീന മര്യാദക്ക് നിന്നില്ലെങ്കിൽ എന്ത് പോവും, തല പോവും. ഇനി എന്താ പണി? ഇനി ഇതിൻ്റെ ഉള്ളു കൂടുക, ഇനി എന്താ ഇതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുക. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തത്, ഇതിൻ്റെ ഉള്ളിൽ കയറിയേ. കരിഞ്ഞു വരെ രക്ഷയില്ല ഇല്ല മുനാഫിക്കുകൾ. കാരണം ഇനിയിപ്പോൾ ഇസ്ലാമിനോട് അധികാരം കിട്ടി, മാത്രമല്ല മക്കയെ തരിപ്പണമാക്കിയല്ലോ. മക്കയെ തരിപ്പണമാക്കിയത് കഴിഞ്ഞാൽ മക്കയിൽ അബൂ സുഫിയാനും ഒരു അബൂലഹബും അല്ലാത്ത എല്ലാ നേതാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തല പോയിട്ടുണ്ട്. മനസ്സിലല്ലേ? ബദർ ശരിക്കും മക്കൾക്ക് കിട്ടിയ അദാബാണ്, മക്കൾക്ക് മുസ്ലിങ്ങൾക്ക് കിട്ടിയ അദാബാണ്. അപ്പം അതിന് ശേഷമാണ് ഈ പിന്നെ മുനാഫിക്കുകൾ എന്ത് ചെയ്ത് അവർ രംഗപ്രവേശം വരികയും അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം ഉഹദ് ഉണ്ടായപ്പം ഉഹദിലേക്ക് പോയി, പിന്നെ ഉഹദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ 300 ആൾക്കാർ തിരിച്ചു വന്നല്ലോ, ഈ ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ. അപ്പോൾ പോട്ടെ, വേറെ വിഷയം. നമ്മുടെ അസ്ഹാബ് എന്ന് പറഞ്ഞതാണ്. സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ കൂടി, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അസ്ഹാബ് സിറാത്ത് എന്ന് പറഞ്ഞാൽ സിറാത്തിൻ്റെ പിന്നെ ആളുകൾ. അസവി, സവി എന്ന് പറഞ്ഞാൽ മുസ്തഖീം. സിറാത്ത് മുസ്തഖീമിൻ്റെ മറ്റൊരു പേരാണിത് സിറാത്ത് സവി. സവ്വ യുസവി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നേരെയാക്കുക എന്ന് പറയാം. സവ്വു സുഫൂക്ക് എന്നിട്ടില്ലേ, തസ്വിയത്ത് എന്ന് പറഞ്ഞ, തസ്വിയ എന്ന് പറഞ്ഞതാ നേരെയാക്കുക. അപ്പൊ സിറാത്ത് സവി എന്ന് പറഞ്ഞ എന്താ, സിറാത്ത് മുസ്തഖീം. സിറാത്ത് മുസ്തഖീമിന്റെ അസ്ഹാബുമാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ അടുത്ത കാലത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയും. വമൻ ഇഹ്തദ, ആരാണ് ഹിദായത്ത് ലഭിച്ചവർ എന്നും, ഇഹ്തദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കിട്ടിയവർ.
ഇപ്പം ഹിദായത്ത് ലഭിച്ചവരും സിറാത്ത് മുസ്തഖീമിൻ്റെ ആൾക്കാരും ആരാണ് എന്ന് നിങ്ങൾക്ക് അടുത്ത കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഫതറബ്ബസൂ, നിങ്ങൾ എന്ത് ചെയ്തോളി, വെയിറ്റ് ചെയ്തു, തിരക്കൂട്ടണ്ട. എന്ത് ചെയ്യും, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അദാബുമായിട്ട് നിങ്ങൾക്ക് അടുക്കിലേക്ക് വരും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെന്താ വെച്ചാൽ അവർക്കൊരു താക്കീത് അള്ളാഹ് കൊടുക്കുകയാണ്. ഇനി അദാബ് വരാൻ ഉറപ്പാണ്, വരും. അതുകൊണ്ട് വേണമെങ്കിൽ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്തോളി, രക്ഷപ്പെട്ടോളൂ. അദാബ് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതോടുകൂടി സൂറത്ത് താഹയോട് അവസാനിക്കണം. അപ്പം ഇതിൻ്റെ ചുരുക്കത്തിലുള്ളൂ, നബിമാരുടെ ദഅവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലം എത്ര വലിയ തെളിവുകൾ ആർക്ക് എത്ര കാണിച്ചു കൊടുത്താലും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകിയ ആളുകൾക്ക് അത് വിശ്വസിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവുള്ളൂ. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ അദാബ് ഒരു മനുഷ്യന് നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓനെന്ത് ചെയ്തിട്ട് കാര്യമില്ല, വിശ്വസിച്ചതുകൊണ്ട് കാര്യവും ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന സന്ദേശം. ഇതോടെ സൂറത്ത് ത്വാഹ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് 135 ആയത്തുകൾ ആണ് നമ്മളെ വിഷയത്തിൽ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് സൂറത്തുൽ അംബിയ ആണ്, തൊട്ടടുത്ത സൂറത്ത് തന്നെയാണ്. പിന്നെ അതിന് നമുക്ക് പിന്നീട് വിശദമായിട്ട് ഇപ്പോൾ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ ഈ സൂറത്ത് ത്വാഹയുടെ ഒരു വൽഹാസിൽ ഖുലാസ എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി കൊണ്ട് ബന്ധപ്പെട്ടാണല്ലോ ഇതിന് തുടക്കം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫളായിലുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു മഹത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നിത്യം, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. ഇത് പിന്നെ നമുക്കറിയാം സൂറത്ത് ത്വാഹ മക്കിയാണ്, മക്കത്തിറങ്ങിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രവാചകന്മാരുടെ കഥ പറയുന്ന അധിക സൂറത്തുകളിലൂടെ അതിരിച്ച് ഇത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് നോക്കണം. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹാറൂൻ നബിയുടെയും ചില അവശിഷ്ടങ്ങൾ, അതാണ് താബൂത്ത് എന്ന് പറഞ്ഞത്, പെട്ടിയിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വേറെ ചില കഥകളുണ്ട്, ഒരു പ്രകാശം കാണിച്ചു കൊടുത്ത കഥയൊക്കെ ഉണ്ട്. പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആസാറാണ്. അത് ബനൂ ഇസ്രായേലിന് നല്ലൊരു ഫിത്ന, ഒരു പരീക്ഷണമൊക്കെ കൊടുത്താണ്. പിന്നെ അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം റസൂലുള്ളാഹിനെ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം, മൂസാ നബി ആണല്ലോ കൂടുതൽ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്ക്, എന്ന് പറഞ്ഞാൽ അനുയായികളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയവർക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരെ അനുസരണം ഇല്ല മാത്രമല്ല, അനുസരണം കേട് കാണിക്കുക എന്നുള്ളതാണോ അല്ലെ മീൻ തന്നെ. എന്ന് പറയുമ്പോൾ പിന്നെ ഹിത്തത്തെന്ന് പറഞ്ഞിട്ട് കയറണം എന്ന് പറഞ്ഞപ്പോൾ എന്താ അവർ പറഞ്ഞ്, ഹിന്തത്തെന്ന് പറഞ്ഞ് അതിനൂന് കൂട്ടിയിട്ട്, അതാണ് പോലെ. അതുകൊണ്ടാണ് റഹിമല്ലാഹു മൂസാ നബിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹം എത്ര പിന്നെ ഊതിയ മൂസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്ര ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മൂസാ നബിൻ്റെ ചരിത്രം എല്ലാ ദഅവത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും അത് മാതൃകയാണ് എന്നാണ് പണ്ഡിതന്മാർ. അതുപോലെ തന്നെ വഅതഫീൽ ഇബാദിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷ കൊടുക്കും, പരീക്ഷണങ്ങളുണ്ടായാലും അവർ രക്ഷപ്പെടുത്തുമെന്ന സന്ദേശം കൂടി സൂറത്ത് താഹയിലുണ്ട്. കാരണം എന്താ, ചെങ്കടൽ കടന്ന് എന്ത് ചെയ്തു, അവർ രക്ഷപ്പെടുത്തിയല്ലോ. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായാലും വിശ്വാസികൾ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ കാഫിരീങ്ങളായ ആളുകൾക്ക് അള്ളാഹു അദാബ് കൊടുക്കും. അത് സുനിശ്ചിതമാണ്, അള്ളാഹിൻ്റെ സുന്നത്താണ്. ഇതാണ് ഈ സൂറത്ത് താഹിൻ്റെ വൽഹാസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് അള്ളാഹിൻ്റെ നിഅമത്തും പ്രവാചകന്മാരിൽ ഏറ്റവും പ്രയാസപ്പെടുത്തപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമാണ് സൂറത്ത് താഹയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സൂറത്തു അംബിയ നമുക്ക് ഇന്ന് അടുത്ത ആഴ്ച തുടങ്ങുന്നുണ്ടോ? 19-ാം തീയതി, ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഈ അടുത്ത ആഴ്ച ഉണ്ടാവില്ല അപ്പോൾ ക്ലാസ് ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയമുണ്ട്.
ആര്? ആ ആരോട്? അള്ളഹാനോടോ? അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാം വലൈസ ബൈനഹു ബൈനല്ലാഹി തർജുമാൻ. ഹദീസിലുള്ള ലഫ്ള, അള്ളാഹുവിനും അവൻ്റെ ഇടയിലും ഒരു പരിഭാഷകന്റെ ആവശ്യം ഇല്ല. ലൈസ ബൈനഹു ബൈനല്ലാഹി തർജുമാൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഖ്തിലാഫു അൽസിനതിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷാ വ്യത്യാസവും നിങ്ങളുടെ നിറവ്യത്യാസവും നിങ്ങളുടെ ആയത്തിൽപ്പെട്ടതാണ്. ഭാഷ അള്ളാഹ് ഉണ്ടാക്കിയതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന, അതെല്ലാ ഭാഷയും പെട്ട്. അപ്പം ആദം നബിക്ക് എല്ലാ ഇസ്മുകളും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ എല്ലാ ഭാഷയുണ്ട്. മാത്രമല്ല ഭാഷകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ഈ ഉറുദു എങ്ങനെ ഉണ്ടായത്? ഉറുദു ഭാഷ ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താ? ഈ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ആളുകളെ ജയിലിൽ നിന്നുണ്ടായ ഭാഷയാണ് ഉറുദു ഭാഷ. ജയിലിൽ നിന്നുണ്ടായ ഭാഷ എന്ന് പറഞ്ഞാൽ ഉണ്ട്. അതായത് മുസ്ലിമീങ്ങളെയും സിഖുകാരെയും പാർസികളെയും എല്ലാവരെയും കുടിച്ചു കൂട്ടിയൊരു കൂട്ടുകിട്ട്. അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ എല്ലാവരും കൂടി സങ്കര ഇനം ഭാഷ ഉണ്ടായി. അതാണെന്ത്? ഉറുദു. മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ ബ്യാരി ഭാഷ ഉണ്ട്. അറിയില്ല. ലിപിയൊന്നുമില്ല. തുളു, അതായത് കേരളവും തുളല്ല, ബ്യാരി ഭാഷ ഉണ്ട്, തുളുകാരാണ്. അതായത് ലിപിയൊന്നുമില്ല. അത് ഭാഷകൾ ഉണ്ടാകണമെന്ന് വെച്ചാൽ സാഹചര്യത്തിൽ നിന്നാണ്. അത് കേരളത്തിൻ്റെ മലയാളവും ഈ മറ്റേ കർണാടക കൂടി കൂടിയൊരു സങ്കര ഇനം ഭാഷയാണ്. നമ്മളെ മലയാളികൾക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ചിലതൊന്നും എന്ത് ചെയ്യില്ല. ചളിയാണ്, ഇപ്പം ഭയങ്കര ചളിയാണെന്നറിയാം. ചളി നിറന്നറിയാം. നമ്മളാൾ ഭയങ്കര ചളി നിറ തണുപ്പ് എന്നർത്ഥം. തണുപ്പ് എന്നാ. അപ്പോൾ അങ്ങനത്തെ ചില സംഗതികളുണ്ട്. അപ്പോൾ ഭാഷ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിനാണ്. അപ്പം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഭാഷൻ്റെ പ്രശ്നമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, നഊദുബില്ലാഹ്. ഉസൈർ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് വാദിക്കണ ജൂതന്മാർ, ഞാൻ ഡീറ്റെയിൽ എനിക്കറിയില്ല. പക്ഷേ ജൂതന്മാരുടെ ഒരു അടിസ്ഥാന വിശ്വാസമാണത്. ജൂതന്മാരിൽ തന്നെ പല കിസ്മുകളുണ്ട്. റസൂൽ പറഞ്ഞത് ക്രിസ്ത്യാനികൾ 70 ജില്ലാനല്ലേ. അപ്പം നമ്മൾ ജൂതന്മാരിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പം മുസ്ലിങ്ങളിൽ എത്ര ഐറ്റംസ് ഉണ്ട്? അതുപോലെ ജൂതന്മാരിൽ എന്തുണ്ട്? ഒരുപാട് കക്ഷികൾ വേറെ ഉണ്ട്. ഇപ്പം ഫലസ്തീനിൽ തന്നെ ഫലസ്തീൻ്റെ ജൂതമുണ്ട്. ഇസ്രായേലിലുള്ള ജൂതന്മാരിന് എല്ലാവരും എന്തല്ല, മുസ്ലിം വിരുദ്ധരല്ല. ഫലസ്തീനിൽ മുസ്ലിം പള്ളിയുണ്ട്. ഫലസ്തീനല്ല, ഇസ്രായേലിൽ ടെൽ അവീലിൽ വരെ മുസ്ലിം പള്ളിയുണ്ട്. അവിടുത്തെ ജൂതന്മാരതിന് അനുകൂലമായ ജൂതന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ഫലസ്തീൻ്റെ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായി ഉള്ള ജൂതന്മാരുണ്ട്. അപ്പം അവരെല്ലാ ആളുകൾക്കും വിശ്വാസമുണ്ടോ എനിക്കറിയില്ല, അല്ലാഹു അലം. ഏതായാലും ആ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. കാരണം ഉസൈർ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് അറിയാൻ കാരണം സൂറത്ത് ബഖറയിലുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ 100 വർഷക്കാലം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ മരിപ്പിച്ച് കിടത്തുന്നു. അതിന് 100 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നത് നാട്ടിലേക്ക്. അപ്പോഴാണ് ആ നാടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ ഉസൈറാണ്. ഉസൈറൊക്കെ മരിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞില്ലേന്ന് പറഞ്ഞു. ആ ഉസൈറാണ് ഞാൻ. നിങ്ങൾ അള്ളാഹിൻ്റെ കുട്ടി തന്നെ. അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹിൻ്റെ വലിയ തന്നെ അറിയില്ല. ഇവിടെ ആണെങ്കിൽ അള്ളാഹിൻ്റെ വലിയാക്കും, ഓലെന്താക്കി? അള്ളാഹിൻ്റെ കുട്ടിയാക്കി. പക്ഷേ ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്കൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓല് ക്വാളിറ്റി ഉള്ള ആളുകളെ എന്താക്കുള്ളൂ? കുട്ടിയോ വലിയോ ആക്കുള്ളൂ. നമ്മളവിടെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവൻ എന്ത് ചെയ്യുക? അതാണ് ശരിക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നമ്മളെക്കാട്ടിലും, നമ്മളെ കോമിനെക്കാട്ടിലും ഈ വിഷയത്തിൽ എന്തുണ്ട്? കണിശത ഉണ്ട്. മനസ്സിലല്ലേ? അല്ലാഹു അലം. ഏതായിരുന്നാലും ഇതാണ് സൂചിപ്പിക്കുക. കണിശത നമുക്ക് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് സൂറത്തുൽ അംബിയാ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഈ പഠിച്ചത് ഒരു സ്വാലിഹായ കലമുമായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാനും അത് ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരായ പടച്ചറബിൻ്റെ കോടതിയിലേക്ക് എത്താൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.